ഹായ് ഓൾ, ആദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു കാര്യമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർക്ക് കാണാം, റെസനേറ്റ് ആവാത്തവർക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നിടത്ത് കാണാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം. നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. നമ്മുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഒറാക്കിൾ സ്പ്രെഡിൽ പറയുന്നത്, നമ്മളിന്ന് ഒറാക്കിൾ റീഡിംഗ് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്, ഈ ബന്ധമെന്ന് പറയുന്നത് ശക്തമായിട്ടുള്ളൊരു ബന്ധം തന്നെയാണ്. ഒരുപക്ഷെ ആർക്കും ഈ ബന്ധം തകർത്ത് കളയാൻ സാധിക്കത്തില്ല. പല പ്രശ്നങ്ങളും ഈ ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ടാവാം. എന്നാൽ അതൊന്നും തന്നെ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. പലപ്പോഴും നിങ്ങളുടെ മൈൻഡ് ഇവിടെ നിന്ന് മാറിപ്പോവാം എന്ന് ചിന്തിക്കുന്നുണ്ട് പല നിമിഷങ്ങളിലും. ചിലപ്പം ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടും ആവാം നിങ്ങൾക്കങ്ങനെ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത്. കാരണം ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. നിങ്ങൾ ഉറച്ച ഒരു മനസ്സോടുകൂടി ഒരു ബന്ധത്തിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. ഒരു വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം വളരെ ആഴത്തിൽ പോകുന്നതാണ്. ഒരിക്കലും നിങ്ങൾക്ക് അവരെ മറക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ജീവന് തുല്യം ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്ന ഒരു മൈൻഡുള്ളൊരു വ്യക്തിയാണ് നമ്മൾ. അവരോട് ഭയങ്കരമായിട്ട് നമ്മൾ പൊസസീവായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ എന്ന് പറയുന്നൊരു വ്യക്തിയല്ലാതെ അവരുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തി വരുന്നത് നമുക്ക് സഹിക്കാൻ സാധിക്കത്തില്ല. അതിനർത്ഥം നിങ്ങളിവിടെ ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇന്നും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം. ഒരുപാട് വർഷമോ അല്ലെങ്കിൽ ഒരുപാട് മാസമോ അല്ലെങ്കിൽ ഒരുപാട് ആഴ്ചകളായിട്ടോ ഈ ബന്ധം മുടങ്ങി നിൽക്കുകയാണ് എന്നതാണ് ഇവിടെ സൂചനയായിട്ട് പറയുന്നത്. പല പ്രശ്നങ്ങൾ കൊണ്ടുമാവാം ഡിവൈൻ നമുക്കൊരു മെസ്സേജ് തരുന്നത്, നമ്മൾ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഒന്നാണ്. നിങ്ങളുടെ മനസ്സ് രണ്ട് തരത്തിൽ നിൽക്കുകയാണ്. ഏത് തിരഞ്ഞെടുക്കണം, ഏത് തിരഞ്ഞെടുക്കണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ മൈൻഡോടുകൂടി നിൽക്കുവാണ്. ഇപ്പം നമുക്കിവിടെ അഡ്വൈസ് കിട്ടുന്നത്, നിങ്ങളോട് ഇതൊരിക്കലും നിർത്തരുത്. നിങ്ങളുടെ എയിം, അതായത് നിങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ സ്വന്തമാക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ടൊരു വിവാഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, ഒരുമിച്ചൊരു ജീവിതം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറും അല്ലെങ്കിൽ ഡിവോഴ്സായിട്ട് നിൽക്കുന്ന. അപ്പോൾ ഒന്നിച്ച് ഇതേപോലെ ഒരു ലിവിങ് ടുഗെദർ ആയിട്ടോ അല്ലെങ്കിൽ ഒരുപോലെ ഇങ്ങനെ പോകണമെന്നൊക്കെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങളുടെ ഒരു ലക്ഷ്യം. അവരെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം, നമ്മളുടെ കൈ പിടിച്ച് ആ ഒരു പേഴ്സൺ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾ രണ്ട് മൈൻഡ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ പേഴ്സണിന് വേണ്ടി ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മൈൻഡ് ഉണ്ട്. ഇനി വെയിറ്റ് ചെയ്യുന്നാൽ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് അവിടെ സ്പോയിൽ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടാവാം. വെറുതെ കളഞ്ഞു കുളിക്കുന്നു, ഈ പേഴ്സണിന് വേണ്ടി നമ്മളിവിടെ നിന്നിട്ടും കാര്യമില്ല എന്നുള്ളൊരു പല മൈൻഡ് നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വാസമുണ്ട്, ആ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വാസമുണ്ട്.
ഇന്നും ഈ ഒരു റീഡിങ് കാണുമ്പോൾ തന്നെ പല ആൾക്കാരും തുടക്കത്തിൽ തന്നെ ഞാൻ പറയാതെ തന്നെ വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒരു മൈൻഡ് സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇന്നും ആ ഒരു പേഴ്സൺ നമ്മളുടെ അരികിലേക്ക് വരുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിലുള്ളത്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഭയങ്കരമായിട്ടും കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരു നെഗറ്റീവ് മൈൻഡോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പല നിമിഷങ്ങളിലും നിങ്ങളുടെ മനസ്സ് പതറിപ്പോകുമെങ്കിലും എല്ലാം ക്ഷമിക്കുന്നു. അതായത് അവരുടെ തെറ്റാണ് അല്ലെങ്കിൽ നമ്മുടെ തെറ്റാണെങ്കിൽ പോലും സാറില്ല പോട്ടെ, അല്ലെങ്കിൽ ഇതൊരു ദൈവ പരീക്ഷണമാണ്, ഈശ്വര നിശ്ചയമാണ്, ചില സമയങ്ങളിൽ ഇങ്ങനെ നമുക്ക് അകന്ന് നിൽക്കേണ്ടതായിട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. യെസ്, ഇതൊരു ഡിവൈൻ ഒരു പരീക്ഷണമായിട്ടുള്ളൊരു ടൈമാണ്. ഇത് നിങ്ങൾ മറികടന്നേ മതിയാവുള്ളൂ. അതായത് നമ്മളുടെ ഒരു ലൈഫിൽ ഏതൊരു വ്യക്തിക്കും ഒരു കടമ്പയുണ്ട്, പ്രയാസങ്ങളുടെ ഒരു കടമ്പ. ആ ഒരു കടമ്പ കടക്കുമ്പോൾ അതിപ്പം ഫിനാൻഷ്യലാണേലും ആരോഗ്യപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പം മാരേജ് ലൈഫ് ആണെങ്കിലും എല്ലാത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് നമ്മുടെ. കുട്ടികളുടെ കാര്യത്തിലാണേലും പല പ്രയാസങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ വിജയം ഉണ്ടാകുന്നതാണ്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ ഇപ്പം ഈ ഒരു പേഴ്സണും ഈ സെയിം മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. കാരണം ഇതിനകത്ത് പല പ്രതിസന്ധി കാലഘട്ടങ്ങളിലും ആ പേഴ്സണ് നിൽക്കുന്നുണ്ട്. അവരെയും കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഒരു പക്ഷേ അവർക്കും നിങ്ങളുടെ അടുത്ത് നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാവാം. ചില തടസ്സങ്ങൾ അവർക്ക് മുന്നിലും നേരിടേണ്ടതായിട്ട് അവർക്ക് വരുന്നുണ്ടാവാം. ഒരുപാട് പ്രയാസങ്ങൾ, അത് നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാവാം. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും മനസ്സറിഞ്ഞ് ഇവിടെ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന രണ്ട് ആത്മാക്കളാണ്. ആ ഒരു ആത്മബന്ധം അത്രത്തോളമാണ്. ആത്മബന്ധത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു എനർജറ്റിക് ആണ്. നിങ്ങളുടെ ഭയങ്കര ഉയർന്നു നിൽക്കുവാണ്. രണ്ടുപേരും മനസ്സറിഞ്ഞ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരെന്ന് പറയുമ്പം ഈ ബന്ധത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു വീണ് കിട്ടാൻ ഇരിക്കുവാണ്, ഒരു ചാൻസ് വീണ് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരോടും പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയും പോകത്തില്ല എന്നുള്ളൊരു സൈൻ അവർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ പേഴ്സണും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോഴും ആ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് മറ്റൊരു വിവാഹവും അല്ലെങ്കിൽ കല്യാണാലോചനയൊക്കെ വരുന്നുണ്ടാവാം. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെയൊക്കെ വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഭാര്യയോ ഭർത്താവോ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറാണ് അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരാവാം. പല പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ ബന്ധത്തിൽ സൃഷ്ടിക്കുന്നുണ്ടാവാം. പക്ഷേ അവരുടെ മനസ്സ് ഇന്നും പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഈ ബന്ധത്തിൽ അവർ തിരിച്ച് അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ആ ഒരു പേഴ്സണെ വിശ്വസിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം അവർക്കറിയാം. ഇതിനകത്ത് വളരെയധികം ട്രസ്റ്റ് കാണുന്നുണ്ട്. കാരണം പരസ്പരം ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. പിരിയത്തില്ല അല്ലെങ്കിൽ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി രണ്ടുപേർക്കും ഉണ്ട്. രണ്ടുപേരുടെ മനസ്സ് ഒരുപോലെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലുള്ളത്. കാരണം രണ്ടുപേർക്കും ഒരേ മൈൻഡ് ഉള്ളത് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. പരസ്പരം ഒരു വിശ്വാസമുണ്ട്. പരസ്പരം ആ ഒരു കൈകോർക്കൽ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തെ ഇത്രയും ശക്തമാക്കുന്നത്. ഒരു വ്യക്തികൾക്ക് അത് പിടിച്ചു മാറ്റാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ കയ്യിൽ ആ ഒരു ബന്ധനം അല്ലെങ്കിൽ ആ പേഴ്സണും നിങ്ങളും വെച്ചിട്ടുള്ള ആ ഒരു വിശ്വാസം, ആ ട്രസ്റ്റ് നിങ്ങളുടെ കയ്യിൽ രണ്ടുപേരുടെയും ആ കൈകൾ കൂട്ടി ഒരുമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പല ശക്തികളും അല്ലെങ്കിൽ ഇതിപ്പം ബ്ലാക്ക് മാജിക് എന്നൊക്കെ തന്നെ പറയാം, പല ശക്തികൾ നോക്കിയിട്ടും അത് തകർക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും രണ്ട് ദിക്കിലാണെങ്കിൽ കൂടി തന്നെ മനസ്സുകൾ രണ്ടും ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു ഈശ്വരൻ നിശ്ചയിച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു കടമ കടക്കാം, അത് എത്ര നാൾ കഴിഞ്ഞാലും എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഉള്ളത്.
അതുപോലെ നിങ്ങൾക്കും ആ ഒരു വിശ്വാസം, നിങ്ങൾക്കും അങ്ങനെ ഒരു മൈൻഡ് വരുന്നുണ്ടാവാം. അത് തീർച്ചയായിട്ടും യൂണിവേഴ്സൽ സയൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് പോവണ്ട. കാരണം ഈ ബന്ധത്തിൽ ഇപ്പോഴും നിങ്ങളൊന്ന് നിന്ന് കഴിഞ്ഞാൽ, ഉറച്ചൊരു തീരുമാനത്തോടുകൂടി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നോക്കാൻ നേരത്ത് ഈ ബന്ധത്തിൽ ഏറ്റവും കൂടുതലും നിങ്ങൾക്ക് ഈ ബന്ധത്തിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്നിക്കാനുള്ളൊരു അവസരം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നതാണെന്നാണ് പറയുന്നത്. അതാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ കിട്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പേഴ്സണെ നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്നത് കൊണ്ട് യാതൊരു കുറ്റമോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിന് ഇപ്പോൾ ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില ടൈമിൽ നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ടെങ്കിലും അതിനെ നിങ്ങൾ കാര്യമാക്കാതെ വിടുക, മുൻപോട്ട് തന്നെ പോകാനാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇന്നത്തെ ഈ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു. നമുക്കൊരു ഗൈഡൻസും ജീവിതത്തിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനങ്ങളും എടുക്കാൻ പറ്റുന്ന ഒരു റീഡിങ്സ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം.